ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വി കെ ഫോട്ടോഗ്രാഫ്. നമ്മൾ വന്നേക്കുന്ന ഒരു ക്വിക്ക് അൺബോക്സിംഗ് ആയിട്ടാണ്. ഞാൻ കുറേ നാളായി ഒരു വയർലെസ് മൗസ് വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു. സോ MX Master 3S എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ് നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്നത്. ആക്ച്വലി ഞാൻ ഇത് വാങ്ങിക്കാൻ ഒരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചിരുന്നത് MX 650 എന്ന് പറയുന്ന അങ്ങനെ ഒരു മോഡലാണ്. അത്യാവശ്യം നല്ലൊരു ഓഫറിൽ കിട്ടിയ സമയത്ത് നമ്മളത് പർച്ചേസ് ചെയ്തു. വിത്തൗട്ട് ഫർദർ ഡ്യൂ നമുക്ക് അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. ഇങ്ങനെ ഒരു ബോക്സിനകത്താണ് വരുന്നത്. ഇവിടെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആണ് ബോക്സിനകത്താണ് വരുന്നത്. ബോക്സ് മാറ്റി വയ്ക്കാം. ഓപ്പണിങ് വരുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇതാണ് നമ്മുടെ മൗസിൻ്റെ കൂടെ തന്നെ ഒരു റിസീവറും ഉണ്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ കൂടെ ഉള്ളത് ഒരു കേബിളാണ്. USB Type A to Type C കേബിള്. പീൽ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഔട്ട് വരും. ഓക്കെ, സോ ഇതാണ് മൗസ്. വൈറ്റ് കളറാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. കീബോർഡിന് മാച്ച് ആയിട്ടുള്ള ഒരു വൈറ്റ് കളർ മൗസാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. കയ്യിലിങ്ങനെ കറക്റ്റായിട്ട് ഒതുങ്ങിയിരിക്കുന്ന രീതിയിലുള്ളൊരു സെറ്റപ്പാണ്. ഒത്തിരി ഓപ്ഷൻസ് ഇതിനകത്ത് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ലോജി ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് ഇതിനകത്ത് കോൺഫിഗർ ചെയ്യാൻ പറ്റും. രണ്ട് ഡോക്യുമെന്റ്സ് ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. MX Master 3Sന്റെ രണ്ട് വേർഷൻസ് ഉണ്ട്. ഒന്ന് മാക്കിന് വേണ്ടിയിട്ടും ഒന്ന് നോർമൽ ഇതിന് വേണ്ടിയിട്ടും. അപ്പോൾ ഞാൻ ഇത് ചൂസ് ചെയ്തേക്കുന്നത് നോർമൽ ഡിവൈസിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ നേരത്തെ കണ്ട ഈ ഒരു റിസീവർ നമുക്ക് കിട്ടും. മാക്കിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി മാക്കുമായിട്ട് എല്ലാം സിങ്ക് ചെയ്ത് എല്ലാ സെറ്റിങ്സ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ അതിനകത്ത് ഈ റിസീവർ ഇല്ല. അത് വെറും ബ്ലൂടൂത്ത് വഴി മാത്രമാണ് കണക്ട് ചെയ്യുന്നത്. അതിനകത്തുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ Type A പകരം Type C to Type C കേബിളാണ് കൊടുക്കുന്നത്. സോ ഞാൻ നോക്കിയപ്പോൾ ഈ റിസീവർ ഇൻ ഫ്യൂച്ചർ നമുക്ക് വേറെ ഏതെങ്കിലും യൂസ് ചെയ്യുമ്പോൾ ഈ റിസീവറിൻ്റെ ആവശ്യം വരുമായിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ മാക് ഡെഡിക്കേറ്റഡ് മൗസ് ഞാൻ വാങ്ങിച്ചിട്ടില്ല. സോ ചെക്ക് ചെയ്ത സമയത്ത് പറയുന്നത് സെയിം ഫീച്ചേഴ്സ്, സെയിം എന്തൊക്കെയാണോ അതിനകത്ത് മാക്കിനകത്ത് കൊടുത്തേക്കുന്ന ഗസ്റ്റേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ സെറ്റിങ്സ് എല്ലാം നമുക്ക് ഈ ലോജി ഓപ്ഷൻസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മാക്കിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് എങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ വേഗത വരും. സോ സ്റ്റേ ട്യൂൺഡ്. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു ക്വിക്ക് അൺബോക്സിംഗ് ആയിരുന്നു. പുതിയൊരു മൗസ് വാങ്ങിച്ച സമയത്ത് നിങ്ങളൊന്ന് കാണിക്കണമെന്ന് തോന്നി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സോ ക്യാമറ എഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ തന്നെ കുറച്ച് അൺബോക്സിംഗ് വരാനുണ്ട്. ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു മോണിറ്ററൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സോ അതെല്ലാം നമ്മൾ അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാപ്പി ഷൂട്ടിംഗ്.